വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം ബട്ടറോ നെയ്യോ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നല്ല ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. ആ ഒരു മുട്ടയുടെ പറ്റിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അഥവാ വെള്ളം ആവശ്യമായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് ഓരോ ടേബിൾ സ്പൂണായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുമ്പോൾ ചെറു ചൂടായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. എനിക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. അത് ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിരുന്നു. എന്നിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. അതിനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇതൊന്ന് പരത്തിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റെക്റ്റാങ്കിൾ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര പാനിയാക്കിയെടുക്കാം. നൂൽപ്പരുവൊന്നും നക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് വന്നാൽ മാത്രം മതി. ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പീസസ് ഒക്കെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ പഞ്ചസാരയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കളറൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും കുക്ക് ചെയ്യരുത്. കളർ മാത്രമേ മാറുള്ളൂ, ഉള്ളോളം വെന്ത് വരില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ആ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ആ ഒരു സമയത്ത് ആ ഒരു പഞ്ചസാര പാനിയും നല്ല ചൂടിൽ തന്നെയാണ് ഉണ്ടാകുക. തയ്യാറാക്കി വെച്ചിരിക്കുന്നതെല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇതിപ്പം പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പാൽ കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന ഒരു പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.